ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ല രുചിയുള്ളതും ലാഭകരമായി ചെയ്യാൻ കഴിയുന്നതുമായ ഒരു വിളയാണ് പയർ. പയർ കൃഷിയിൽ കുറച്ചുകൂടെ ഒരു അല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിളവുണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തരത്തിൽ നിലം തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ പയറിൻ്റെ വിത്ത് തൈ തയ്യാറാക്കുമ്പോൾ ആ വിത്തിനെ ഒന്ന് റൈസോബിയം കൾച്ചർ ഇപ്പോൾ ആൾറെഡി നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ട് റൈസോബിയം വാങ്ങിയിട്ട് ആ റൈസോബിയം കൾച്ചറിൽ ഈ പറയുന്ന പയർ വിത്ത് മുക്കി ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ വിത്ത് പാകി തൈ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പയർ തൈകൾക്ക് വളർച്ച കൂടുതലുണ്ടാകുകയും കൂടുതൽ നൈട്രജൻ അത് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഈ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന നോഡ്യൂൾസുകളുടെ എണ്ണം ആ ചെടിയിൽ വളരെയധികം കൂടുതലുണ്ടാകും. അത് സ്വാഭാവികമായി പയർ ചെടിയുടെ വളർച്ചയെ വളരെ നിർണായകമായി സ്വാധീനിക്കും. ഇത് അതിലൊരു സംഗതിയാണ്. പിന്നെ പയർ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കീടമെന്ന് പറയുന്നത് രോഗങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രൈക്കോഡർമ ഉപയോഗിക്കുക വഴി നമുക്ക് രോഗങ്ങളെ ചെറുക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ ചെടി വളർന്നതിന് ശേഷം ചെടിയുടെ ഇലകളിൽ സുഡോമോണസോ മറ്റും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന അതുപോലെ പിന്നെ ഫംഗസ് രോഗങ്ങളെ നമുക്ക് പരിപൂർണമായി ഒഴിവാക്കാൻ പറ്റും. കരിവള്ളി അതുപോലെ തന്നെ അത്തരം രോഗങ്ങളെ ഒക്കെ ഒഴിവാക്കാൻ കഴിയും. അതുപോലെ പയറിലുണ്ടാകുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് വള്ളിയുടെ ഉണ്ടാകുന്ന ഈ തണ്ടീച്ചയുടെ ആക്രമണം. തണ്ടീച്ച വന്നിട്ട് വള്ളിയിൽ വന്ന് മുട്ടയിടുകയും അങ്ങനെ അതിന് മുകളിൽ വെച്ച് മുട്ടയിടുന്നതിൻ്റെ മേൽഭാഗം വെച്ച് വള്ളി ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഈ തണ്ടീച്ചയെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രധാനമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൽ ഈ നാറ്റപ്പൂച്ചെടി എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. അത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഒരു സംഗതിയാണ്. ഈ നാറ്റപ്പൂച്ചെടിയുടെ ചാറ് അത് ഇടിച്ച് പിഴിഞ്ഞ് 1 ലിറ്റർ ചാറെടുത്ത് അതിനോടൊപ്പം സോപ്പും കൂടെ ചേർത്തതിന് ശേഷം അത് ഒരു 6 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഒരു 10 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ തണ്ടീച്ചയെ പരിപൂർണമായി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേപ്പിൻ്റെ കുരുവിൻ്റെ മിശ്രിതവും ഇതിനു വേണ്ടി ഒഴിവാക്കാൻ പറ്റും. പിന്നെ പയറിലുണ്ടാകുന്ന മറ്റൊന്ന് മുഞ്ഞയുടെ ആക്രമണമാണ്. മുഞ്ഞയുടെ ആക്രമണത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ സൂര്യകാന്തി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലേഡി ബേഡ് പോലെയുള്ള മിത്രപ്രാണികളുടെ സംഗതി വഴി അത് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് നേരത്തെ പറഞ്ഞ വേപ്പെണ്ണ എമൽഷനോ പുകയില കഷായമോ അടിച്ച് നമുക്ക് ഈ പറയുന്ന പിന്നെ മുഞ്ഞയുടെ ആക്രമണവും ചേർക്കാൻ പറ്റും. അതുപോലെ മറ്റൊന്ന് ചിത്രകീടത്തിൻ്റെ ആക്രമണമാണ്. ഇലകളിൽ പടം വരച്ചതുപോലെ പാമ്പിൻ്റെ പടം വരച്ച പോലെ ആകൃതി ഉണ്ടാക്കുന്ന ചിത്രകീടത്തിൻ്റെ ആക്രമണമാണ്. ചിത്രകീടത്തെയും നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ വേപ്പെണ്ണ എമൽഷൻ ഉപയോഗിച്ച് ചെറുക്കാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിൽ പയർ കൃഷിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇത്തരം നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ നിയന്ത്രണം ആദ്യകാലത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അപ്പോൾ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് കുരുടിപ്പ് രോഗത്തിലേക്ക് ചെടിയെ മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിവസമുള്ള ശ്രദ്ധയാണ് ഏറ്റവും വലിയ കീടരോഗ നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പരിപാലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കലെങ്കിലും വന്ന് ഈ ചെടികളെ ഓരോന്നും ഒന്ന് കൃത്യമായി ഒന്ന് നോക്കി പോവുക. അതിലുണ്ടാകുന്ന കീടങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു ജ്ഞാനവും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ ഇതിൻ്റെ പരിപാലനം സാധ്യമാവാൻ കഴിയും. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് കീടനാശിനി പ്രയോഗത്തിൽ ചിലവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഗോമൂത്രവും കാന്താരിമുളകും ചേർത്തുള്ള മിശ്രിതം. ഗോമൂത്രം സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയി തന്നെ ഗോമൂത്രം കിട്ടും. അത്യാവശ്യം കുറച്ച് കാന്താരിമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1 ലിറ്റർ ഗോമൂത്രത്തിൽ നിന്ന് 10 ലിറ്റർ സംഗതിയാണ് നമുക്ക് ജൈവ കീടനാശിനിയാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അതുപോലെ തന്നെ നാറ്റപ്പൂച്ചെടിയായിരുന്നല്ലോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമായി കാണുന്ന സാധനം ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കുന്ന പാടേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലോ കോസ്റ്റിൽ തന്നെ ഇത് നമുക്ക് കീടരോഗ നിയന്ത്രണം സാധ്യമാവും എന്നുള്ളതാണ്. അല്പം മെനക്കേടും അല്പം ശ്രദ്ധയും ഉണ്ടെങ്കിൽ തീർച്ചയായും സാധ്യമാവും എന്നുള്ളതാണ് ചെയ്യുന്നത് ഏറ്റവും ലാഭകരമായ. അതേസമയം ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും രുചികരമായ സംഗതി കൂടിയാണ് പയർ എന്ന് പറയുന്നത്.